അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നല്ല ചക്ക വെച്ചിട്ടുള്ളൊരു ഐറ്റമാണ്. ചക്കൻ്റെ ഐറ്റത്തിൻ്റെ പേരെനിക്ക് പറയാനറിയില്ല, നമുക്ക് ചക്ക വെച്ചിട്ടുള്ള ഐറ്റം എന്ന് മാത്രം പറയാം. ഉമ്മാൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ ചക്ക വൃത്തിയാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് അയില ഫ്രൈ ചെയ്തെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അതൊന്ന് കുറച്ച് സമയം ആ മസാല എല്ലാം ഒന്ന് സെറ്റായിട്ട് കിട്ടട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചക്ക വെന്ത് വന്നപ്പോൾ അതിനകത്തേക്ക് ഉള്ളിയും കുറച്ച് പച്ചമുളകും ഇടാം. ഹാഫ് ഉള്ളിയെ ഇടണ്ടു കേട്ടോ. ഞാനൊരു ഫുൾ ഉള്ളി ഇട്ടുമ്പോൾ പറഞ്ഞത് ഹാഫ് ഇട്ടാൽ മതി. കൊതുക് ലേശം കൂടുതലാണ്, അതുകൊണ്ട് ഒരു ഫുൾ ഉള്ളി ഇട്ട് കുറേ ഉള്ളിയായിപ്പോയി. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇടണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടുപ്പത്ത് വെക്കണം. ആ ഉള്ളിയും പിന്നെ പച്ചമുളകും തേങ്ങയെല്ലാം കൂടി ഒന്ന് തിളച്ച് വെന്തുടഞ്ഞ് നല്ലൊരു പേസ്റ്റ് പോലെ ആവണം. നല്ല ചക്ക ചക്ക പുഴുക്ക അങ്ങനെയെല്ലാം പറയുന്ന പോലത്തെ ഒരു ഐറ്റം. പിന്നെ നമുക്ക് കുറച്ച് ചെമ്മീനുണ്ട്, അത് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് പൊടിയെല്ലാം ഇട്ടിട്ട് എന്നിട്ട് അതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മളെ ചക്ക കുറച്ച് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് ഈ മന്ത് എന്ന് പറയും ഈ സാധനത്തിന്, നമ്മളിവിടെ മന്ത് എന്ന് പറയുക. അത് വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചിട്ട് നല്ലൊരു മിക്സിയിൽ വെച്ച് അടിക്കുന്നതിന് പകരം ജസ്റ്റ് ഇതുകൊണ്ട് കുത്തി കൊടുത്തതിനാൽ കുറച്ച് ഉടഞ്ഞ് കിട്ടും. അങ്ങനെ നല്ലോണം ഉടച്ചിട്ട് കുറച്ച് സമയം കൂടി അടുപ്പത്ത് വെക്കുക. അപ്പോൾ പിന്നെ നല്ലൊരു തിള വരും. കുറച്ചിങ്ങനെ ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് പിന്നെ കാച്ചിട്ട് ഒഴിക്കാം. പിന്നെ നമ്മളിവിടെ കാച്ചാന്ന് പറയാം. അപ്പോൾ കാച്ചി വയ്ക്കുക. അതിലും നമ്മൾ പിന്നെ വെളുത്തുള്ളിയും കടുകും മാത്രമേ ഇട്ടുള്ളൂ. കറിവേപ്പില ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കറിവേപ്പില ഇടാൻ മറന്നതല്ല, കറിവേപ്പില ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല, ഇങ്ങനെ പറയാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് അയിലെടുത്തിട്ട് ഫ്രൈ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക, വെളിച്ചെണ്ണ വയ്ക്കുക. അതിലേക്കും കറിവേപ്പില ഇടണം. ശരിക്കും പൊരിക്കുമ്പോൾ കറിവേപ്പില ഇടുന്ന എനിക്കിഷ്ടം, പക്ഷേ കറിവേപ്പില ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പിന്നെ കറിവേപ്പില ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ആക്കാം. അങ്ങനെ നമ്മളെ അയിലക്കുട്ടന്മാരെ ഓരോന്നോരോന്നായി എടുത്ത് വെച്ചിട്ട് നമുക്കിങ്ങനെ പൊരിച്ചെടുക്കാം. അതിങ്ങനെ ഒരു സൈഡ് പൊരിഞ്ഞ് വരുന്നു, നമുക്കിനി മറിച്ചിടുന്നു, അടുത്ത സൈഡ് പൊരിച്ചെടുക്കാം. അങ്ങനെ അയിലയും കൂടി റെഡിയായിട്ട് വേണം നമുക്കിനി ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അയില വേഗം റെഡിയാകുന്നവരെ കാത്തിക്കാം. അങ്ങനെ നമ്മളെ അയില റെഡിയായി. പിന്നെ ചോറിൻ്റെ ഒപ്പം കുറച്ച് പച്ചടി, അച്ചാറൊക്കെ ഉണ്ട്. നമ്മൾ അയൽവാസിയാണ്, നല്ല അടിപൊളി ഐറ്റം, നല്ല മീനച്ചാറ്. അവരങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കും. നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം. ഇത്രയുള്ളൂ. ഒക്കെ ബൈ. അപ്പോൾ അടിപൊളിയാന്നുള്ള സിഗ്നൽ കിട്ടി.